അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചക തിരുമേനിയുടെ കൂടെ ജീവിച്ച സഹാബികൾ ആരും അത്തരമൊരു സലാത്ത് വാർഷികം കൊണ്ടാടിയിട്ടില്ല. എന്തിനാണ് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉദ്ധരിച്ചത് എന്ന് ചോദിച്ചാൽ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വിദഗ്ധകളോട്, മനുഷ്യ സമൂഹത്തിലുണ്ടാകുന്ന പുതിയ പുതിയ കാൽവെപ്പുകളോടുള്ള സമീപനം ബോധ്യപ്പെടുത്താനാണ് ഈ പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു കാര്യം മതം പഠിപ്പിക്കാത്ത, ദീനുൽ ഇസ്ലാമിലില്ലാത്ത ഒരു വിശ്വാസം, ഒരാചാരം, ഒരു കർമ്മസംഹിത, ഒരു ജീവിത വീക്ഷണം മുജാഹിദ് പ്രസ്ഥാനത്തിന് അവതരിപ്പിക്കാനില്ല. മുജാഹിദ് പ്രസ്ഥാനം തീവ്രവാദത്തെ എതിർക്കുന്നു എന്നിവിടെ പറഞ്ഞു. മുജാഹിദ് പ്രസ്ഥാനം തീവ്രവാദത്തെ എതിർത്തത് നാട്ടിലെ നല്ല വെള്ള ചമയാനല്ല. മുജാഹിദ് പ്രസ്ഥാനം തീവ്രവാദത്തെ എതിർത്തത് ഇസ്ലാമിന്റെ പ്രമാണം അതിനെതിരായതുകൊണ്ടാണ്. ഇസ്ലാമിന്റെ പ്രമാണം എന്തൊന്നിനെതിരാണോ അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഓരോ കാര്യങ്ങൾ എതിർത്തത്. ഞാൻ ഇന്ന് സഹീഹ് മുസ്ലിമിന്റെ 2-ാം വാള്യത്തിലെ ഏതാനും ഹദീസുകൾ, വിവാഹവുമായി ബന്ധപ്പെട്ട് ഏതാനും ഹദീസുകൾ ഇങ്ങനെ വായിച്ചു പോകുന്ന കൂട്ടത്തിൽ പ്രവാചക തിരുമേനിയുടെ ചോദ്യങ്ങൾ, ഓരോ സഹാബികളുടെ വിവാഹങ്ങൾ നടക്കുമ്പോഴും പ്രവാചകൻ അവരോട് ചോദിച്ച ചോദ്യങ്ങൾ ഹദീസിലുണ്ട്. ആ ചോദ്യങ്ങളിൽ മുഴുക്കെ ഒരു അൻസാരിയായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നിട്ട്, ഞാനൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു അൻസാരി പെൺകുട്ടിയാണ്. പ്രവാചക തിരുമേനി ചോദിച്ചു, നീ അവളെ കണ്ടോ? ഇല്ല. എന്നാ നീ അവളെ കാണണം, നീ അവളെ കണ്ടിട്ട് ഉറപ്പുവരുത്തണം. എന്നിട്ട് പ്രവാചകൻ 2ാമത് ചോദിച്ച ചോദ്യത ആവട്ടെ, നീ അവൾക്ക് എന്താ മഹർ കൊടുക്കാൻ തീരുമാനിച്ചത്? നീ അവളോട് എത്രയാണ് സ്ത്രീധനം ചോദിക്കാൻ തീരുമാനിച്ചതെന്നല്ല. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അദ്ദേഹത്തിന്റെ ഷർട്ടിൽ ഒരു മഞ്ഞപ്പുള്ളി, അതായത് വിവാഹിതരാകുന്നവർ പൂശുന്ന ഒരു സുഗന്ധം അദ്ദേഹം പൂശിയിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, എന്താ വന്നത്തെ വിശേഷം? ഒന്നില്ല, ഞാൻ ഒരു അൻസാരി പെൺകുട്ടിനെ കല്യാണം കഴിച്ചു. ശരി. 2ാമത്തെ റസൂലുള്ളാഹിന്റെ ചോദ്യം എന്തറിയോ? നീ എത്ര അവൾക്ക് മഹർ കൊടുത്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതാ ഒരു കാരക്ക കുരുണ്ടല്ലോ, കാരക്കയുടെ ഒരു കുരു അത്ര വലുപ്പത്തിൽ സ്വർണം. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിടത്തും നീ എന്താ നിന്റെ മകൾക്ക് സ്ത്രീധനം കൊടുത്തത്, നീ എത്രയാ അവളിൽ നിന്ന് സ്ത്രീധനം വാങ്ങിയത് എന്നൊരു ചോദ്യമല്ല. മറിച്ച് പുരുഷൻ സ്ത്രീക്ക് കൊടുക്കുന്ന വിവാഹ മൂല്യം, അതാണ് 4-ാം അധ്യായം സൂറത്തുൽ നിസായിലെ 4-ാമത്തെ വചനത്തിൽ പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനം സ്ത്രീധനത്തെ എതിർക്കുന്നത് ഒരു സാമൂഹിക പിന്തുണ കിട്ടാനല്ല, മറിച്ച് ഖുർആൻ അതിനെ ശക്തമായി എതിർത്തു, ഹദീസ് ശക്തമായി എതിർത്തു, പ്രവാചക തിരുമേനിയുടെ ചരിത്രം ശക്തമായി എതിർത്തു. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം എതിർക്കുന്നത്. ഇന്ത്യയെ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത്, വ്യത്യസ്ത മതങ്ങൾ ജീവിക്കുന്ന ഒരു നാട്ടിൽ എന്തുകൊണ്ട് മതരാഷ്ട്രവാദത്തെ മുജാഹിദ് പ്രസ്ഥാനം എതിർത്തു? ഇസ്ലാമിക രാജ്യം വരാൻ ഏറെ കൊതിച്ചിട്ടുള്ളവരാണ് മുജാഹിദുകാർ. എന്നറിയുമോ? ഇസ്ലാമിക രാജ്യത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആളുകളുമാണ് മുജാഹിദുകാർ. പിന്നെ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് നെഗറ്റീവായ ഒരാശയം മുന്നോട്ട് വെക്കുകയും അത് സമൂഹത്തിനിടയിൽ വളരെ പ്രതിലോമപരമായ ചർച്ചകൾക്ക് വിധേയമാവുകയും ചെയ്തു. ഇസ്ലാഹി പ്രസ്ഥാനം ആദർശപരമായി അതിനെ എതിർത്തു. വിശുദ്ധ ഖുർആനിന്റെ പിൻബലമില്ലാത്ത വാദങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം എതിർത്തു പോന്നു. തബ്ലീഗ് ജമാഅത്തിനോട് മുജാഹിദ് പ്രസ്ഥാനത്തിന് വിരോധം ഉണ്ടായിട്ടില്ല. അവരുടെ ദഅവാ സമീപനങ്ങളിൽ പ്രവാചക തിരുമേനിയുടെ ചരിത്രവുമായി പൊരുത്തപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം കണ്ടു. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം അത് എതിർത്തു. ഏത് തിന്മയെയും മുജാഹിദ് പ്രസ്ഥാനം എതിർക്കുന്നതിന്റെ പിന്നിൽ നിങ്ങൾ അറിയുക, ഭൗതികമോ സാമൂഹികമോ രാഷ്ട്രപരമോ ആയ താല്പര്യങ്ങളല്ല, മറിച്ച് ഖുർആനിന്റെ പ്രമാണങ്ങളാണ് നമ്മളെ അത് തടുക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനമായ ചില കാര്യങ്ങളോട് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ലോകത്ത് പ്രവാചകന്മാർ കടന്നു. ആ പ്രവാചകന്മാരകിലവും ലോകത്തോട് ഒന്നാമതായി വിളിച്ചു പറഞ്ഞിട്ടുള്ള കാതലായ ഒരു വശം, പ്രവാചകന്മാർ നാട്ടിൽ വന്നിട്ട് പ്രവാചകന്മാർ ആ ജനതയെ അഭിമുഖീകരിച്ചു. ആ ജനതയോട് പ്രവാചകന്മാർ ഉറക്കെ വിളിച്ചു പറഞ്ഞു അവരോട്, ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട്,
ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും ആദ്യമായി മാനവകുലത്തെ പഠിപ്പിച്ചിട്ടുള്ള കാതലായ വശം ഈ ഒരു യാഥാർത്ഥ്യമാണ്. അവര് നാട്ടിൽ വന്ന് ജനങ്ങളുടെ ഇടയിൽ എന്തെല്ലാം തിന്മകളുണ്ട്, എന്തൊക്കെ അവസ്ഥകളുണ്ട് എന്ന് പഠിച്ച് മനസ്സിലാക്കി, എന്നിട്ട് അതിന്റെ ന്യായാന്യായങ്ങളെ വേർതിരിച്ച്, എന്നിട്ട് അതിൽ ഏതാണ് എതിർക്കപ്പെടേണ്ടത് എന്ന് നോക്കി ചീട്ടിട്ട്, അങ്ങനെയല്ല. ലോകത്ത് പ്രവാചകന്മാർ എവിടെയൊക്കെ കടന്നു വന്നിട്ടുണ്ടോ ആ പ്രവാചകന്മാരാദ്യമായി എതിർത്തിട്ടുള്ളത് ശിർക്കാണ്. ആ പ്രവാചകന്മാരാദ്യമായി പഠിപ്പിച്ചിട്ടുള്ളത് തൗഹീദാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആനിൽ ഈ കാര്യം വളരെ ഗൗരവമായി തന്നെ പഠിപ്പിക്കുകയുണ്ടായി. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൽ നിസായിലെ 36-ാമത്തെ വചനം, വഅബ്ദുല്ലാഹ്, അല്ലാഹു അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, അവനെ നിങ്ങൾ പങ്കു ചേർക്കരുത്. അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, അവനിൽ നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കരുത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ട് ജനങ്ങളെ ആദ്യമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യം തൗഹീദാണ്. മുജാഹിദ് പ്രസ്ഥാനം എന്തുകൊണ്ട് ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാം പറയാൻ അനുയോജ്യമായ ഒരു മണ്ണ് ഇന്ത്യയുടെ മണ്ണാണ്. ഇന്ത്യയെ പോലെ സ്വാതന്ത്ര്യമുള്ള ഒരു മണ്ണ് ലോകത്ത് വേറെ കാണാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഇന്ത്യയിൽ നമുക്ക് ഏത് ആശയവും ആരുടെ മുമ്പിലും ദഅവത്ത് നടത്താൻ പറ്റിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. മുസ്ലിം സമുദായം ഇസ്ലാം പറയുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ ഹൈന്ദവരാരും നമ്മുടെ സ്റ്റേജ് കയ്യേറാറില്ല, ഇല്ല. ഇവിടെ സമസ്ത ജനബാഹുല്യം കൊണ്ട് ഏറെ സമ്പന്നമായ ഒരു സംഘടനയാണല്ലോ സമസ്ത. ആദർശമില്ലെങ്കിൽ പോലും, ആദർശമില്ലാത്ത സമ്പത്തും ജനപിന്തുണയുമുള്ള, ഇടക്കൊക്കെ രാഷ്ട്രീയക്കാര് പൈസയുടെ പേരിൽ അവർക്ക് വേണ്ടി തുള്ളുന്ന സമസ്ത, അവരേറെ ജനപിന്തുണയുള്ള ഒരു സംഘടനയാണ്. അവരുടെ ഏതെങ്കിലും ഒരു സ്റ്റേജ് ഇവിടുത്തെ ക്രൈസ്തവര് കയ്യേറിയിട്ടുണ്ടോ? ഇല്ല. അതുപോലെ ഇവിടുത്തെ ഹൈന്ദവര് കയ്യേറിയിട്ടുണ്ടോ? ഇല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു സ്റ്റേജ് ഹൈന്ദവര് കയ്യേറിയിട്ടുണ്ടോ? ക്രൈസ്തവര് കയ്യേറിയിട്ടുണ്ടോ? ഇല്ല. തബ്ലീഗ് ജമാഅത്തിന്റെയോ സോൾഡാറ്റിയുടെയോ സ്റ്റേജ് ആരെങ്കിലും കയ്യേറിയിട്ടുണ്ടോ? ഇല്ല. ഇവിടുത്തെ മുസ്ലിങ്ങൾ കയ്യേറിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്റ്റേജ് ഇവിടെ കയ്യേറപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ. ആരാൽ? ഹൈന്ദവരാലല്ല, ക്രൈസ്തവരാലല്ല, കമ്മ്യൂണിസ്റ്റുകാരല്ല, വേറെ രാഷ്ട്രീയ സംഘടനക്കാരല്ല. പിന്നെ ആരെ കൊണ്ടാണ്? പിന്നെ ഇവിടുത്തെ സമസ്തക്കാരൊക്കെ. ഇസ്ലാമിന്റെ ദൈവത്തിന് തടസ്സമുള്ള ഏക സംഘടനയും സമസ്തയാണ് കേരളത്തിൽ. ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം ജനങ്ങൾ അറിയരുത്, ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം ജനങ്ങൾക്ക് കേൾക്കാൻ അവസരമുണ്ടാക്കരുത്, തങ്ങളോടൊപ്പം ജീവിക്കുന്ന ആളുകളെ. അതല്ലാത്ത നിലയിൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് വേറെ ആർക്കും ഇസ്ലാമിനെ ദഅവത്ത് ചെയ്യുന്നുണ്ട്. ഉള്ളിൽ വിരോധം ഉണ്ടാവാം, പക്ഷെ പുറത്ത് സ്റ്റേജ് കയ്യേറി അതുപോലുള്ള നാടകങ്ങളൊന്നും അവരാരും കാണിക്കാറ്. അതിവിടെ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ മുസ്ലിങ്ങളിലെ ഒരു വിഭാഗം ആളുകളാണ്. അതിന് നേതൃത്വം നൽകുന്നത് താടിയും തലപ്പാവുമുള്ള ചില പണ്ഡിതന്മാരാണ്. എന്തു ചെയ്യും? അതൊരു ദുര്യോഗമാണ്, ഒരു വിവരമില്ലായ്മയാണ്, സംസ്കാരമില്ലായ്മയാണത്. എല്ലാ സ്ഥലങ്ങളിലും നടക്കും. അപ്പൊ നമ്മുടെ തിരൂരിനടുത്തുള്ള BP അങ്ങാടി കഴിഞ്ഞ 2 പരിപാടികൾ നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഈ ആളുകളുടെ സംസ്കാരമില്ലായ്മ കൊണ്ടും, ഈ ആളുകളുടെ തീവ്രവാദം കൊണ്ടും, ഈ ആളുകളുടെ ചട്ടമ്പതിരം കൊണ്ടും നമുക്കത് ചെയ്യേണ്ടി വന്നു. പോലീസുകാർക്ക് പോലും നിസ്സഹായമായ ഒരവസ്ഥ സംജാതമായി. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഭരണഘടനയുടെ 25, 26, 27, 28 ഖണ്ഡികകളിലൂടെ നാം കടന്നുപോയാൽ ഏറ്റവും നല്ല സ്വാതന്ത്ര്യമുള്ള ഒരു മണ്ണാണിത്. അറബ് രാജ്യത്ത് എന്നിട്ട് നിങ്ങൾക്ക് എല്ലാം പ്രസംഗിക്കാൻ പറ്റില്ല. അവിടുത്തെ അറബി ഭരണാധികാരികൾ ലോകത്തിന് എന്ത് മ്ലേച്ഛത ചെയ്താലും അവിടെയുള്ള ആളുകൾക്ക് അതിനെപ്പറ്റി കമാന്നൊരു അക്ഷരം ഉണ്ടാൻ പറ്റില്ല. ഇസ്ലാം ആകട്ടെ അഫ്ദലുൽ ജിഹാദി കലിമത്തു ഹഖിൻ ഇൻദ സുൽത്താനി ജാഹിരീൻ, അക്രമിയായ ഭരണാധികാരിയോട് സത്യത്തിന്റെ വാക്ക് പറയണമെന്നാണ്. അത് പറയാൻ കഴിയില്ല ഗൾഫ് രാജ്യത്ത്, അല്ലേ? അങ്ങനെയാ. അത് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്, അറസ്റ്റ് ഉണ്ടാവും, ഉണ്ടതെന്ന് ജയിലിൽ കഴിയണേ. ഇവിടെ PDPയുടെ ചെയർമാൻ നരസിംഹറാവു ഇന്ത്യ ഭരിച്ചപ്പോ നികിട്ട ജന്തു എന്നും കൊരങ്ങി എന്നും അദ്ദേഹത്തെ വിളിച്ചു.
അധികമായി പോയി അല്ലേ? അത് അദ്ദേഹം തിരുത്തി കോഴിക്കോട് കടപ്പുറത്തെ പ്രസംഗത്തിൽ.